ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഒരു ചിക്കൻ മന്തി റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ഒരു അടിപൊളി ചിക്കൻ മന്തി ഉണ്ടാക്കുക എന്നുള്ളത് നോക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലുള്ള മന്തി കിറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ലോസ് വാങ്ങിയതല്ല, ഇതുപോലെ പാക്കറ്റിൽ ഇതിലെല്ലാതും ഉണ്ടാവും കേട്ടോ. അത് 1 കിലോത്തിൻ്റെ പാക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്കുള്ള സൺഫ്ലവർ ഓയിലും മസാലയും മാഗി കട്ടിയൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. ലെമണും മാഗി കട്ടിയും സൺഫ്ലവറും ഇതിലേക്കുള്ള മസാലപ്പൊടിയും ഒരു ടൊമാറ്റോ സോസിൻ്റെ ഒരു പാക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അതിൽ വരുന്ന അരി. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൂസ് വേറെ വലിയ അരി എടുക്കാൻ കിട്ടുമല്ലോ, അത് വേണമെങ്കിൽ അങ്ങനെ വാങ്ങിയാലും മതി. ഇനി ഇതൊരു 2 മണിക്കൂർ നമുക്ക് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തിയെടുക്കണം. ഫസ്റ്റ് നല്ലവണ്ണം കേക്കിയിട്ട് വേണം കേട്ടോ കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. നല്ലവണ്ണം കേക്കിയിട്ട് ഞാൻ ഇത് ഒന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് നല്ലവണ്ണം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 2-2.5 മണിക്കൂറൊക്കെ ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ ചിക്കന് ഇതുപോലുള്ള നല്ല വലിപ്പത്തിലുള്ള പീസൊന്നും അല്ല കേട്ടോ എടുത്തിട്ടുള്ളത്, ഇതുപോലുള്ള പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളിത് ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യുന്നത് വെച്ചാൽ ആ പാത്രത്തിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ആ മന്തി കിറ്റ് ഉണ്ടായിരുന്ന ആ മസാലപ്പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ലോസ് വാങ്ങിക്കുകയാണെങ്കിൽ മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുകയും ചെയ്യുക, കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും പാടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ അതിൽ മാഗി ക്യൂബ് അതിലൊരു ചെറിയ ഇതുള്ള ഉണ്ടായിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നും പാടെ പിന്നെ ചേർത്തി കൊടുക്കുന്നുണ്ട്. അതിലുണ്ടായിരുന്ന ഇതായിരുന്നു കേട്ടോ ആ കിറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ വേറൊരു മാഗി ക്യൂബും പാടെ ഇതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ, എന്നാലും ഇവിടെ പെട്ടെന്ന് അതിലേക്ക് അലിഞ്ഞ് ചേരുള്ളൂ. പിന്നെ അതിനുണ്ടായിരുന്ന ഒരു ടൊമാറ്റോ സോസിൻ്റെ ചെറിയൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു, അതും പാടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കും ചേർത്ത് കൊടുക്കുന്നത് ഒരു 2-3 കാറാമ്പൂക്ക്, പിന്നെ 2 പട്ട, ഏലക്കായി ഒക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. ചിലവർ ഈ സമയത്ത് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കും കേട്ടോ, ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കളർ ചേർക്കണം എന്നില്ല, ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുത്താണ്. ഇനി ഇതിലേക്ക് ആ പാക്കറ്റിൽ ഉണ്ടായിരുന്ന കുറച്ച് സൺഫ്ലവർ ഓയിൽ ഉണ്ടായിരുന്നു, അതും പാടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഇതിലേക്ക് എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ. ഈ മാഗി ക്യൂബിൻ്റെ ഉപ്പ് തന്നെ ഉണ്ടായിരുന്നു. ഇനി ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും പാട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് ഞാൻ ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ചും പാട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചോറുക്കും ഇതിക്കൊക്കെ ഉള്ള ഓയിലാണ് കേട്ടോ ഇത്. വേറെ നമ്മൾ ഓയിലോ നെയ്യോ ഒന്നും മന്തിയിൽ ചേർക്കുന്നില്ല, ഇത് മാത്രമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിയും ഇതും എന്നാൽ ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും കേട്ടോ. അപ്പോഴേക്കും ഞാൻ വെള്ളം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്.
അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പൊന്ന് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി വെള്ളം തിളക്കാനാവുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഉണക്കനാരങ്ങയും 2-3 കാറാമ്പൂപ്പും പട്ടയും ഏലക്കായും പിന്നെ വൈനയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല. ഈ കുറച്ച് സൺഫ്ലവർ ഓയിൽ വെള്ളത്തിലും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ അരി വെന്ത് വരുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ മന്തിയിൽ ഇങ്ങനെ വെറുവെറുവനെ നിൽക്കുമല്ലോ ചോറ്, അതുപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അരിയൊക്കെ കുതിർന്ന് വന്ന് നല്ലവണ്ണം ഒന്നും പാടെ ഒന്ന് കേകിയിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ലവണ്ണം ചൂടായി തിളക്കാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ അരി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ചിക്കന് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ അതേപോലെ തന്നെ നിരത്തിയിട്ട് വെക്കാൻ കണ്ട സ്പേസിന് വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു ഭാഗം വെന്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ചിക്കൻ പൊരിച്ചെടുക്കുമ്പോൾ ഒരിക്കലും അടച്ച് വെക്കരുത് കേട്ടോ. അടച്ച് വെച്ച് കഴിഞ്ഞാൽ ചിക്കനിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ അടച്ച് വെക്കാതെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ഭാഗം ഏതാനും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ തീ ലോ ഫ്ലെയിമിലായിട്ട് ആക്കിയിട്ട് അതിങ്ങനെ പൊരിഞ്ഞ് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ നല്ല എണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ വേഗമായിട്ടില്ല. നമ്മൾ മന്തിക്ക് വേവിച്ചെടുക്കുമ്പോൾ നല്ലവണ്ണം വെന്ത് അലിയണ്ട കേട്ടോ. ഒരു കുറഞ്ഞ വേഗം ആകുമ്പോഴേക്കും നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം. ഉള്ളരി പൊട്ടിയതിന് ശേഷമാണ് കേട്ടോ ഊറ്റിയെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ അരിയൊക്കെ ചോറ് ആയി വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുപ്പിൽ നല്ല തീയുണ്ട്. അതിൻ്റെ മുകളിൽ പഴയൊരു ഇരുമ്പിൻ്റെ ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകൾക്ക് ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത നമ്മുടെ പാത്രം ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കനലിൽ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആവുകൊണ്ട് ഞാൻ ഇങ്ങനെ ചട്ടി മുകളിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ. ഇനി ഞാൻ ചോറ് അതിന് മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെറിയൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളം പാർന്നിട്ട് ഒന്ന് കലക്കിയെടുത്താണ് കേട്ടോ. അതിലിങ്ങനെ മഞ്ഞയും ചുവപ്പും വറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കുറച്ച് ഫുഡ് കളറും എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ലെമൺ ഇതുപോലെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി 2-3 പച്ചമുളക് ഇതുപോലെ കുത്തി കൊടുക്കാം കേട്ടോ. നെറ്റിയോടെ തന്നെ ഇതുപോലെ കുത്തി കൊടുക്കുക. ഇത് കുത്തി കൊടുക്കുന്ന എരിവൊന്നും ഇറങ്ങൂല കേട്ടോ. ഇതിൻ്റെ ഒരു വാസനയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഇതുപോലെ തന്നെ തൊലിയോടുകൂടി കേക്കിയിട്ട് അതും അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം ഇതുപോലെ നടുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിക്ക് തീക്കണലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തീക്കണൽ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് പുകഞ്ഞ് വരും കേട്ടോ. അപ്പോഴേക്കും ആ പുക പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് മൂടി വെക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മന്തിയുടെ ഒരു വാസന ഉണ്ടാവുമല്ലോ,
അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതുപോലെ ദമ്മിൽ കടന്നോട്ടെ. 1 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇങ്ങനെ ചെയ്യാം കേട്ടോ. പടിയിൽ നല്ല കണലുണ്ട്, അങ്ങനെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മളെ മന്തിയൊക്കെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ കണലൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ഇത് തുറക്കുമ്പോഴൊക്കെ തന്നെ നല്ലൊരു വാസനയാണ് കേട്ടോ വരുന്നത്, നമ്മുടെ ഇങ്ങനെ പുകയൊക്കെ വെച്ചതുകൊണ്ട്. ഈ മുളകൊക്കെ എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ചോറ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓയിലൊന്ന് നമ്മളിതിൻ്റെ മുകളിലേക്കൊന്നും വല്ലാതെ കയറി വന്നിട്ടില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴാണ് കേട്ടോ അതിലുള്ള ഓയിലൊക്കെ ഇതിലേക്ക് ചേരുന്നത്. അപ്പോൾ ചിക്കൻ പീസ് വലിയ പീസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചിക്കൻ പീസ് എടുത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഞാൻ അത്രയ്ക്ക് വലിയ പീസല്ല എടുത്തിക്കണത്, അപ്പോൾ ഞാൻ അതിൽ കൂടെ തന്നെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടാണ്. ഫുള്ളായിട്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ട്രേയിലേക്ക് മാറ്റാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ് മന്തിയിൽ. നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര പണിയാണെന്ന് തോന്നും. മന്തി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മന്തി ഉണ്ടാക്കാനാവും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുക ബിരിയാണിയെക്കാട്ടിലൊക്കെ മന്തി ആവും. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. എന്നാൽ ഭയങ്കര ഒരു ടേസ്റ്റിയാണല്ലേ. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ട്രേയിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മൾ അടിപൊളി മന്തി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ബൈ. വീണ്ടും കാണാം.